നമസ്കാരം, ഞാൻ ശരത്ത്. ആശകളായിരം എന്ന സിനിമ കണ്ടു. അതിനെപ്പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ വീഡിയോ. ആർ പ്രജിത്ത് സംവിധാനം ചെയ്ത് ജൂഡ് ആൻ്റണി ജോസഫും അരവിന്ദ് രാജേന്ദ്രനും എഴുതിയ സിനിമയാണ്. ജൂഡ് ആൻ്റണി ജോസഫ് ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയാണ്. മ്യൂസിക് സനൽ ദേവ്, സിനിമാറ്റോഗ്രാഫി ഷാജി കുമാർ, എഡിറ്റർ ഷഫീഖ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗോകുലം ഗോപാലനാണ്. ജി പ്രജിത്ത് എന്ന ഡയറക്ടറെ നമുക്കറിയാം. വടക്കൻ സെൽഫി എന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ്. അതൊരു റീവാച്ചബിളായ ഫൺ റൈഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എന്നാൽ ആ സിനിമയുടെ കാറ്റഗറിപ്പെട്ട ഒരു സിനിമയല്ല ഇത്. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഡ്രാമയാണ്. ട്രെയിലറിൽ നമ്മൾ എന്ത് കാണുന്നു അത് തന്നെയാണ് സിനിമയിലുള്ളത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷനാണ് സിനിമയിലുള്ളത്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ജയറാം, ആശാ ശരത്ത്, കാളിദാസ്, ഷറഫുദ്ദീൻ എന്നിവരാണ്. ജയറാം ഇതിനകത്ത് അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്നു. പ്രത്യേകിച്ച് അഭിനയിച്ച് ബലിപ്പിക്കാനൊന്നും ജയറാമിനില്ല. ജയറാം അടുത്ത കാലത്ത് ചെയ്യുന്ന സ്ഥിരം പ്രായമായ ആ വേഷങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതിനകത്തുള്ളത്. ആശാ ശരത്തിൻ്റെ ക്യാരക്ടറിലേക്ക് വന്നാൽ അവിടെയും പുതുമയൊന്നുമില്ല. സ്ഥിരം ഒരു അമ്മ ക്യാരക്ടർ, ഒരു കുലസ്ത്രീ ക്യാരക്ടറാണ്. അച്ഛൻ്റെയും മോൻ്റെയും ഇടയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരാൾ. ഇനി കാളിദാസ് ജയറാമിന് ഇമോഷണൽ സീനുകളെല്ലാം അഭിനയിച്ച് ബലിപ്പിക്കാൻ തനിക്കാവുമെന്ന് തെളിയിക്കാൻ ലഭിച്ചൊരു അവസരമാണിത്. സോ പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറിലേക്ക് വന്നാൽ ഇതൊരു പക്കാ ക്ലിഷേ ക്യാരക്ടറാണ്. അടുത്ത കാലത്തായിട്ട് നമ്മൾ മലയാള സിനിമയിൽ കാണുന്നതാണ്. സൂപ്പർ സ്റ്റാർ വേഷങ്ങൾ വരുമ്പോൾ ഈ പുള്ളിക്കാരനൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അങ്ങനത്തെ ക്യാരക്ടർ എപ്പോഴും ഭയങ്കര അറഗൻ്റ് ആയിട്ടുള്ള, എല്ലാവരെയും നശിപ്പിക്കാൻ നടക്കുന്ന ഒരു കൊള്ളരുതാത്തവനായിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് സ്ഥിരമായി കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ശ്രീനിവാസൻ ഉദയനാണ് താരത്തിൽ സെറ്റ് ചെയ്തിട്ട് പോയ ആ ഒരു ക്യാരക്ടർ മലയാള സിനിമ കോപ്പി അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ്. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്യാരക്ടറിനോ പെർഫോമൻസിനോ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇനി സിനിമയുടെ കഥയിലേക്ക് വന്നാൽ ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഡ്രാമയാണെന്ന് ഞാൻ പറഞ്ഞു. അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റുകളാണ് സിനിമ മൊത്തത്തിലുള്ളത്. കഥയിലൊന്നും അത്ര വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ല. പിന്നെ ഈ സിനിമയിൽ ഉടനീളം ധാരാളം ക്ലിഷേ, ക്രിഞ്ച് ഇതെല്ലാം ആവശ്യത്തിൽ കൂടുതലുണ്ട്. അതൊന്നും ബ്രേക്ക് ചെയ്യണമെന്നൊരിക്കലും ഈ സിനിമയുടെ മേക്കേഴ്സ് ആഗ്രഹിച്ചിട്ടുമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഫാമിലി ഡ്രാമ ആയതുകൊണ്ടായിരിക്കും അതെല്ലാം അതുപോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഈ സിനിമയുടെ പ്രധാന ടേണിംഗ് പോയിന്റുകളെല്ലാം ഒരു ഡ്രാമാറ്റിക് എന്ന് പറഞ്ഞാൽ ഡ്രാമയുടെ അങ്ങ് അറ്റത്താണ്. അതെല്ലാം കുറച്ചും കൂടെ ലൈറ്ററാക്കിയിട്ട് കുറച്ചും കൂടെ റിയലിസ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ എല്ലാ ടേണിംഗ് പോയിന്റുകളിലും ഹ്യൂജ് ഡ്രാമയാണുള്ളത്. ഇങ്ങനത്തെ നെഗറ്റീവ്സുകളെല്ലാം ഉണ്ടെങ്കിലും ഇതൊരു 35-40 അല്ലെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം സീനുകളും സിറ്റുവേഷനുകളും ഡയലോഗുകളും എല്ലാം ഈ സിനിമയിലുണ്ട്. കാരണം അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് ക്യാരക്ടറിൻ്റെയും സ്പേസിൽ നിന്നിട്ട് ചിന്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഷൂവിൽ നിൽക്കാൻ ഇവർക്ക് കഴിയും, അച്ഛൻ്റെയും മോൻ്റെയും. കാരണം ഈ രണ്ടിൽ കൂടെയും അവർ കടന്നു പോയിട്ടുണ്ട്. മോൻ്റെ ക്യാരക്ടറിലൂടെ അവർ പണ്ട് കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ അവർ രണ്ടാമത്തെ അച്ഛൻ്റെ ക്യാരക്ടറിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. സോ അത് റിലേറ്റ് ചെയ്യാൻ ഈ ഒരു ഏജ് ഗ്രൂപ്പിന് കഴിയും. എനിക്ക് തോന്നുന്നു ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസും ആ ഗ്രൂപ്പാണ് എന്നാണ്. ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞാൽ ഇതൊരു മോശം സിനിമയല്ല, ഒരു എബോവ് ആവറേജ് ഫാമിലി ഡ്രാമ സിനിമയാണ്. ഡ്രാമയും ക്ലിഷയും എല്ലാം ധാരാളം ഉള്ള ഒരു ഫാമിലി ഡ്രാമ സിനിമയാണ്. സോ കോൾഡ് ഫാമിലി ഓഡിയൻസ് ഇതിനെ ഏറ്റെടുത്താൽ സിനിമയ്ക്ക് ഒരു ലോങ് റണ്ണ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരിക. താങ്ക്